ഒരാളതാ കാത്തിരിക്കുന്നു. ലാലേ, എന്തുണ്ട്? നമ്മളെ ഈ 84-ലല്ലേ നമ്മുടെ നോക്കത്തവരത്ത് കണ്ടുനിന്നിട്ട് തുടക്കം. അത് കഴിഞ്ഞ് റാംജി റാവു വന്നപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ മദ്രാസിലെ ജീവിതവും എല്ലാം ലത്തിക്കാനുള്ള സമയവും പാച്ചിയും എല്ലാം ഒരു ഭയങ്കര രസകരമായ ഒരു പീരീഡായിരുന്നു. അതൊരിക്കലും സിദ്ദിഖിനെയും ലാലിനും എനിക്കൊന്നും മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. ആ സമയത്ത് കോമഡികളുടെ പൂരമായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അതിലെന്തെങ്കിലും ഒരു രസകരമായ ഒരു സംഭവം ഒന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് പറയാമോ ലാൽ? പറയുകയാണെങ്കിൽ എന്തെല്ലാം പറയണമല്ലോ. ഒരുപാട് പറയാനുണ്ട്. അതായത് എന്താ പറയുക, ഒരു എപ്പിസോഡായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ. ഓരോ സെക്കൻഡ് തമാശ. പ്രത്യേകിച്ച് ലത്തീഫിക്കാന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള അറിയാമായിരിക്കും, അദ്ദേഹം മരിച്ചുപോയി, പി ലത്തീഫ്. അദ്ദേഹമൊക്കെ കുട്ടികളെ പോലെ ചിന്തിക്കുന്ന ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ നിന്നിരുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സമയം അത് ഫാസിദ് സാറുമായിട്ട് നമുക്ക് അങ്ങനെ തമാശകളില്ല. ഫാസിദ് സാറിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര രസകരമാണ്. കണ്ടു മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തമാശ പിന്നെ ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലഘട്ടം. പറയാതിരിക്കാൻ നിവൃത്തില്ല. ഗംഭീരമായിട്ടൊരു കാലഘട്ടം. അപ്പം അതിനകത്ത് തമാശ എന്നൊക്കെ പണ്ടെടുത്തു എല്ലാ തമാശയാണ്, ഒക്കെ തമാശകളാണ്. പ്രത്യേകിച്ച് ഒരു ഒന്നായിട്ട് പറയാൻ പറ്റില്ല. അവിടുത്തെ ജീവിതം തന്നെ തമാശയായിരുന്നു. ഔസേപ്പച്ചൻ്റെ തമാശ പറയാം. തമാശയാണോ? ഔസേപ്പച്ചൻ്റെ നിങ്ങളെല്ലാം കൂടി കൊടുത്ത പണി പറ. ഔസേപ്പച്ചനുണ്ട് നിങ്ങളെല്ലാം കൂടി കൊടുത്ത പണിയെ കുറിച്ച് പറ. പണിയോ? പണി പറയുകയാണെങ്കിൽ ദേശാടനം കൊണ്ട് ജയരാജിൻ്റെ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പടം ഫസ്റ്റ് കോപ്പി ആയി കഴിഞ്ഞപ്പോൾ ജയരാജ് വിളിച്ചിട്ട് പടം വിളിച്ച് കാണിച്ചു. എന്നെ സിദ്ദിഖിനെ വിളിച്ച് കാണിച്ചു. ഗംഭീര പടം. നമ്മൾ കരഞ്ഞ് അടപ്പ് തെറിച്ചു പോയി ആ പടം കണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതാണ് പുള്ളി ഞങ്ങൾ വിളിച്ച് ചോദിച്ച ഒരു കാര്യം. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു തീരുമാനം, ഈ പടം വന്ന് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പണം തിരിച്ചു തരാം എന്ന് പറയുന്ന രീതിയിലുള്ളൊരു പരസ്യം വേണം. പക്ഷെ അങ്ങനെ പണം തിരിച്ചു തരാമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ആളുകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ പൈസ ചോദിച്ചു വരികയും ചെയ്യും. പൈസയും പോവും, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള പേരും വരും. അപ്പോൾ അത്രയും ബലമുള്ളൊരു ക്യാപ്ഷനും കാര്യങ്ങളും വേണം തീരുമാനിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞൊരു ക്യാപ്ഷനാണ്. ഇപ്പം മമ്മൂട്ടിയുടെ തല വെച്ചിട്ട് ഈ സിനിമയിൽ ഞാനില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ ആഗ്രഹിച്ചു പോയി. അടുത്ത പരസ്യം മോഹൻലാലിൻ്റെ തല വെച്ചിട്ട് ഇത് തന്നെ. അങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അങ്ങനെ ഒരു പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തോ ഭയങ്കര ഹിറ്റായത്. പടവും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ആ പരസ്യം ഭയങ്കരമായിട്ട് ഹിറ്റായി. പറഞ്ഞു വന്നതല്ല. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഔസേപ്പച്ചന് പടം എടുത്തു. അപ്പോൾ പടം കണ്ടു, ഭയങ്കര കുഴപ്പമാണ്. പടത്തിന് പേരൊന്നും പറയുന്നില്ല. പൊട്ടിട്ടില്ല, പൊട്ടാൻ നിൽക്കുന്നു. നമ്മളെ കാണിച്ചു, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര കുഴപ്പമാണെന്ന് വെച്ചു. അപ്പോൾ ഔസേപ്പച്ചൻ അല്ലേ, നമുക്ക് ഇതിന് അങ്ങനൊരു പരസ്യം വേണം. അപ്പോൾ അങ്ങനെയുണ്ട്. അത് തന്നെ ഇനി കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല ഇപ്പോൾ മറ്റേ യാത്ര എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിലെ ഏറ്റവും നല്ല സിനിമ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരസ്യം ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പരസ്യം. അപ്പം അതുപോലെ പറയണമെങ്കിൽ ആ പറയുന്നത് ശരിയായിരിക്കണം, കാണുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യണം. പക്ഷെ ഔസേപ്പച്ചനോട് സത്യം പറയാനും പറ്റില്ല. പക്ഷെ അത് പറയാനൊന്നും പറ്റില്ല. മുഖത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് പറയാം. സത്യസന്ധമായിട്ട് അവസാനം ഞാനൊരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തു, ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ മലയാളത്തില് ഒരു നല്ല പ്രൊഡ്യൂസർ ഇനി നിങ്ങൾ കാണില്ല. അത് സത്യസന്ധമാണ്. സോറി, ഇതാണ് ഉദ്ദേശത്തുള്ള കാര്യം. കരുതിയിട്ടുണ്ടാവില്ല.